ആശാവർക്കർമാരുടെ ഓണറേറിയം സംസ്ഥാന സർക്കാരും വർദ്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി. മീനച്ചിലാർ പദ്ധതി നടപ്പിലാക്കാൻ മൂവാറ്റുപുഴയാറിൽ വെള്ളമില്ല. അനൂപ് ജേക്കബ്. ലഹരി ഉപയോഗത്തിനെതിരെ കൈകോർത്ത തൃപ്പൂണിത്തുറ ജനത. ആർട്ടിസ്റ്റ് അയ്യപ്പൻകുട്ടി ഇപ്പോൾ തിരക്കിലാണ്. ലഹരിക്കെതിരെ ടൂർ നടത്തുന്ന വാക്കത്തോൺ ഞായറാഴ്ച ഷിൽട്ടൺ ഇന്റർനാഷണൽ ഹോട്ടൽ കൊച്ചിയിൽ. കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിക്കുന്നതനുസരിച്ച് ആശാ വർക്കർമാരുടെ ഓണറേറിയം സംസ്ഥാന സർക്കാരും വർദ്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. LDF യോഗത്തിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. ആശാ വർക്കർമാരുടെ സമരം തീർക്കണമെന്ന് RJD യോഗത്തിൽ ആവശ്യപ്പെട്ടു. സമരം തീർക്കാൻ ഇടപെടൽ വേണമെന്ന് CPIയും നിലപാടെടുത്തിരുന്നു. ഈ സാഹചര്യത്തിലായിരുന്നു മുഖ്യമന്ത്രി ഇപ്രകാരം പറഞ്ഞത്. മീനച്ചിലാർ പദ്ധതി നടപ്പിലാക്കാൻ മൂവാറ്റുപുഴയാറിൽ അധിക ജലമില്ല എന്ന് അനൂപ് ജേക്കബ് MLA നിയമസഭയിൽ പറഞ്ഞു. മൂവാറ്റുപുഴയാറിനെ വരൾച്ചയിലേക്ക് തള്ളിവിടുന്ന നിർദ്ദിഷ്ട മീനച്ചിലാർ പദ്ധതി നടപ്പിലാക്കുന്നതിൽ നിന്നും സർക്കാർ പിന്മാറണമെന്നും അനൂപ് ജേക്കബ് MLA ശ്രദ്ധ ക്ഷണിക്കലിലൂടെ ആവശ്യപ്പെട്ടു. ഈ പദ്ധതി നടപ്പിലാക്കിയാൽ MEIP കനാലിൽ കൂടിയുള്ള ജലലഭ്യത ഇല്ലാതാകും. അത് കൃഷിനാശത്തിനും ചെറുകിട ജലസേചന പദ്ധതികളെയും ദോഷകരമായി ബാധിക്കും. മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ പതിറ്റാണ്ടുകൾക്ക് ഉപേക്ഷിച്ച ഈ പദ്ധതി ഇപ്പോൾ കൊണ്ടുവരുന്നത് തികച്ചും ഗൂഢലക്ഷ്യത്തോടെയാണെന്നും ആസൂത്രണ കമ്മീഷനും സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതിയും തികച്ചും പ്രായോഗികമല്ലെന്ന് പറഞ്ഞ ഈ പദ്ധതി നടപ്പിലാക്കിയാൽ അത് ഗുരുതരമായ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും പിറവം, മൂവാറ്റുപുഴ, പശ്ചിമ കൊച്ചി തുടങ്ങിയ പ്രദേശങ്ങളെ വരൾച്ചയിലേക്ക് തള്ളിവിടുമെന്നും ആലപ്പുഴ ജില്ലയിലെ കുടിവെള്ള പദ്ധതിക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നും അനൂപ് ജേക്കബ് MLA കൂട്ടിച്ചേർത്തു. പൾസ് ഓഫ് തൃപ്പൂണിത്തുറയുടെ ആഭിമുഖ്യത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ ജീവിതമാകട്ടെ ലഹരി എന്ന ആശയവുമായി തൃപ്പൂണിത്തുറയിൽ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ലായം കൂത്തമ്പലത്തിൽ നടന്ന ജനകീയ കൂട്ടായ്മ തൃപ്പൂണിത്തുറ നഗരസഭാ ചെയർപേഴ്സൺ രമ സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പൾസ് ഓഫ് തൃപ്പൂണിത്തുറ പ്രസിഡന്റ് പ്രകാശ് അയ്യർ അധ്യക്ഷത വഹിച്ചു. ACP രാജ്കുമാർ, സിനിമാ താരം സുരേഷ് കൃഷ്ണ, വൈസ് ചെയർമാൻ KK പ്രദീപ് കുമാർ, എക്സൈസ് ഇൻസ്പെക്ടർ അരുൺ, ഹിൽ പാലസ് SI അനില, വിവിധ സംഘടനാ നേതാക്കൾ എന്നിവർ പങ്കെടുത്തു. ഇതോടനുബന്ധിച്ച് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന കർമ്മ പരിപാടിക്കും രൂപം നൽകി. വഴിയോരങ്ങളിലെ ഫ്ലെക്സ് ബോർഡുകളും മറ്റ് കയ്യേറ്റങ്ങളും ഒഴിപ്പിക്കണമെന്ന ഹൈക്കോടതി ഉത്തരവിൽ അധികൃതർ ശക്തമായ നടപടി എടുത്തതോടെ ആർട്ടിസ്റ്റ് അയ്യപ്പൻകുട്ടിക്ക് തിരക്കേറി. രാഷ്ട്രീയ പാർട്ടികൾക്കും വിവിധ സംഘടനകൾക്കും തങ്ങളുടെ പരിപാടികളുടെ പ്രചരണം നടത്താൻ ചുവരെഴുത്തും പോസ്റ്ററുകളും മാത്രമാണ് ആശ്രയം. അതോടെ എറണാകുളത്ത് എന്ത് പരിപാടി വന്നാലും ചുവരെഴുത്ത് പ്രചരണത്തിന് ആദ്യം സമീപിക്കുന്നത് അയ്യപ്പൻകുട്ടി എന്ന കലാകാരനെയാണ്. അതുകൊണ്ട് തന്നെ അയ്യപ്പൻകുട്ടി ഇപ്പൊ തിരക്കിലുമാണ്. ഏത് പാർട്ടി ആയാലും സംഘടനയായാലും ചുവരെഴുത്തിന് അയ്യപ്പൻകുട്ടി വേണം. വളരെ ഭംഗിയായി എല്ലാവരെയും ആകർഷിക്കുന്ന രീതിയിലുള്ള ചുവരെഴുത്ത് നടത്തുന്ന ഒരു കലാകാരനാണ് ഇദ്ദേഹം. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ കേരളത്തിന്റെ ഏത് ഭാഗങ്ങളിലും ചുവരെഴുത്തിനായി അയ്യപ്പൻകുട്ടിയെ വിളിക്കാറുണ്ട്. ചെറുപ്പം മുതൽ വരയ്ക്കുവാനുള്ള താല്പര്യവും കഴിവും അയ്യപ്പൻകുട്ടിക്ക് ഉണ്ടായിരുന്നു. ഇതിനെ പിന്തുടർന്നുകൊണ്ട് തന്നെ ഇത് ഒരു ഉപജീവന മാർഗമാക്കി മാറ്റിയിരിക്കുകയാണ് അയ്യപ്പൻകുട്ടി. പെയിന്റിംഗ്, ഛായാചിത്രം, ചുവരെഴുത്ത്, ബാനർ, മറ്റ് ആർട്ട് വർക്കുകൾ എന്നിങ്ങനെ അയ്യപ്പൻകുട്ടി എല്ലാം ഭംഗിയായി ചെയ്തു കൊടുക്കും. നെയ്മർ എന്ന സിനിമയിലും മറ്റ് അന്യഭാഷാ ചിത്രങ്ങളിലും ഈ കലാകാരൻ അഭിനയിച്ചിട്ടുണ്ട്. കാക്കനാട് ഈച്ചമുക്ക് സ്വദേശിയാണ് അയ്യപ്പൻകുട്ടി. അയ്യപ്പൻകുട്ടിക്ക് പിന്തുണയുമായി ഭാര്യ ഇന്ദിരയും മകൾ 3ാം ക്ലാസ് വിദ്യാർത്ഥിനി ദേവേന്ദുവും ഒപ്പമുണ്ട്. ലഹരിക്കെതിരെ ടൂറ നടത്തുന്ന വാക്കത്തോൺ ഞായറാഴ്ച. വർദ്ധിച്ചു വരുന്ന ലഹരിക്കെതിരെ ടൂറയുടെ നേതൃത്വത്തിൽ വാക്കത്തോണും പ്രതിജ്ഞയും ഞായറാഴ്ച രാവിലെ 6:30 സ്റ്റാച്യു ജംഗ്ഷനിൽ നടക്കും. സ്റ്റാച്യു ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുന്ന വാക്കത്തോൺ 8 മണിക്ക് സ്റ്റാച്യു ജംഗ്ഷനിൽ തന്നെ സമാപിക്കും. K. ബാബു MLA, നഗരസഭാധ്യക്ഷ രമ സന്തോഷ്, തൃക്കാക്കര ACP PV ബേബി എന്നിവർ പങ്കെടുക്കും. 7 പതിറ്റാണ്ടിലേറെയായി ആതിഥ്യ മര്യാദയെ പുനർനിർവചിച്ച എറണാകുളത്തെ ഇന്റർനാഷണൽ ഹോട്ടൽ പുതിയ മാനേജ്മെന്റിന് കീഴിൽ പുതിയ രൂപത്തിൽ ഷിൽട്ടൺ ഇന്റർനാഷണൽ ഹോട്ടൽ എന്ന പേരിൽ കൊച്ചിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. കാലാതീതമായ മനോഹാരിതയും സമകാലിക സുഖ സൗകര്യങ്ങളും ചേർന്ന് ആധുനികതയും പൈതൃകവും സംയോജിച്ച അനുഭവമാണ് ഷിൽട്ടൺ ഇന്റർനാഷണലിൽ അതിഥികൾക്കായി ഒരുക്കിയിരിക്കുന്നത്. കൊച്ചിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഷിൽട്ടൺ ഇന്റർനാഷണൽ ബിസിനസ് വിനോദസഞ്ചാരികൾക്ക് അനുയോജ്യമാണെന്നും ഇതിന്റെ ഭാരവാഹികൾ പറഞ്ഞു. ഇതോടെ ചാനൽ 91 ന്യൂസ് അപ്ഡേറ്റ് സമാപിച്ചു. നന്ദി, നമസ്കാരം.